പഠിപ്പിച്ചതാ. ഞങ്ങൾ എങ്ങനെ പോകണം? ജമാഅത്തെ ഇസ്ലാമി പറയും, മാർക്സിസ്റ്റുകാർ പറയും. നിങ്ങളാരാ? നിങ്ങൾ പറയുന്നത് പോലൊക്കെ കേൾക്കാൻ ഞങ്ങൾ നിങ്ങളെ അമ്മായിയൊന്നുമല്ല. ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലീഗായിട്ട് വളരുക, ലീഗലായിട്ട് പോകാനും അറിയാം, നിയമവും പഠിച്ചിട്ടുണ്ട്. മോശക്കാരൊന്നല്ല. അങ്ങനെ മന്ത്രിമാർ വരുമ്പോൾ ഇവർ പറയാം. രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തവരും അഭിപ്രായം പറയാണ്. ചിലർ പറയുന്നു സന്തുലിതാവസ്ഥ തകരും. വേറൊരാൾ പറയാണ് 5ാം മന്ത്രി കിട്ടിയതുകൊണ്ടൊന്നും സമുദായത്തിനൊരു മെച്ചമില്ല. 1ാം മന്ത്രി കിട്ടിയത് തന്നെ മൂപ്പര് അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ വെറുതൊന്നല്ല, ഞങ്ങൾ അവിഹിതമായി ഒന്നും ചോദിച്ചിട്ടില്ല. ഈ UDFന്റെ ചെമ്പിൽ 20 ചാക്ക് അരി ഞങ്ങളെ വക, 20 ചാക്ക് അരി. അതിൽ 2 കിലോ കൊണ്ടിട്ടവരുണ്ട്, പിതൃ സക്കാത്തിന്റെ 1.5 കിലോനുണ്ട്, ഒക്കെ കൊണ്ടിട്ടവരുണ്ട്. വിളമ്പണ നേരത്ത് ഞങ്ങൾ പറഞ്ഞതാ തുടക്കത്തിൽ തന്നെ, ഒരാൾ കൂടി അധികമുണ്ട്. 4 പ്ലേറ്റാ തന്നത്. 4 പ്ലേറ്റ് തന്നപ്പോ ഹൈദരലി തങ്ങൾ പറഞ്ഞു, ശരിക്കും കുഞ്ഞാപ്പ നോക്കി വാങ്ങണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്ലേറ്റിൽ വിളമ്പണ്ട, തട്ടുചോറ് തന്നാൽ മതി എന്നാ പറഞ്ഞ്. തട്ടുചോറുണ്ട് തിന്നു. തട്ടുചോറ് തന്ന് കുഞ്ഞാപ്പ 2 കോരി മുനീറിന്, 2 കോരി അബ്ദുൾ റബ്ബിന്, 2 കോരി ഇബ്രാഹിം കുഞ്ഞിന്, 4 കോരി കുഞ്ഞാപ്പട്ട്. പലരും വിചാരിച്ചെന്താണെന്നറിയോ? അച്യുതാനന്ദൻ പറഞ്ഞ് തൊട്ടു കിട്ടുന്നതൊക്കെ വാരിപ്പൊട്ടിയിരിക്കുന്നുവെന്ന്. അതിനല്ല. എന്തിനാ 4 കോരിയിട്ടതെന്നാ? പിന്നിൽ അലി വരണുണ്ട്, അതിനാണത്. കുഞ്ഞാപ്പ അത് വെച്ചു. ഇപ്പം ഞങ്ങൾ ചോദിച്ചതെന്താ? ഇപ്പം ഞങ്ങൾ ഒരു വിരുന്നുകാരനായി അനൂപ് ജേക്കബ് കൂടി കടന്നു വന്നപ്പോൾ എന്നാൽ നമ്മൾ തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റേ ചോദിച്ചിട്ടുള്ളൂ, ചോറ് ചോദിച്ചിട്ടില്ലടോ. ഞങ്ങളൊരു പ്ലേറ്റാ ചോദിച്ചത്, ഒരൊറ്റ പ്ലേറ്റ്. അതും ഒരു കടലാസിൻ്റെ പ്ലേറ്റാ. സ്റ്റീലിൻ്റെ പ്ലേറ്റ് രാജ്യസഭ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതാരും വിവരറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ജയിക്കാൻ പാടില്ല. മന്ത്രിമാരാ, അതൊരു പുതിയ സോക്കടൊന്നല്ല. അഹമ്മദ് മന്ത്രിയായപ്പോൾ ഇവർ പറഞ്ഞതെന്താ? ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ചങ്കിനേറ്റ കുത്താണ് കുത്താണ് കുത്താണ്. ആ പറഞ്ഞ ആൾക്ക് പോളിറ്റ് ബ്യൂറോന്ന് കുത്ത് കിട്ടിയിട്ട് ഉയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്കാണ് പോയത്. എല്ലാ പ്രമാണിമാർക്കും തർത്തീബനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. ലീഗിനേറ്റ് കളിക്കുക. ഞങ്ങൾക്കൊന്നും പാടില്ലേ. ജാതി മതം പറയാ. മൻമോഹൻ സിംഗിന്റെ ജാതി ഏതാണ് ഇപ്പോഴാ ജനങ്ങൾ അറിയണത്. ഗ്യാനി സെയിൻ സിംഗിന്റെ മതമായിരുന്നു മൻമോഹൻ സിംഗിന്, ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെയുണ്ടോ? മുസ്ലിം മന്ത്രി, സിഖ് മന്ത്രി, അങ്ങനെയുണ്ടോ? ഒരു ടീമല്ലേ നമ്മൾ. ഇപ്പൊ ഷറഫ് അലി ഉണ്ട് ഈ ടീമിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീം പോകുമ്പോൾ ഷറഫ് അലി ഉണ്ട്, IM വിജയനുണ്ട്. അങ്ങനെയുള്ള ഒരു ടീമായിട്ട് പോകുമ്പോൾ ഷറഫ് അലി സൈഡ് ഇട്ട് കൊടുക്കുമ്പോൾ IM വിജയനെ കണ്ട ഈ പട്ടികജാതിയല്ലേ നമ്മൾ കണ്ടിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നിന്നാൽ ഇന്ത്യക്ക് ജന്മത്തിൽ ഗോളടിക്കാൻ പറ്റുമോ? എന്താ ഇതിൻ്റെയൊക്കെ സ്ഥിതി? ഇവരെവിടെയാ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ മാന്യമായി പോവുക. ജയിച്ചാൽ അത് അംഗീകരിക്കൂല. എല്ലാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ കണ്ടോളാം. ഇപ്പൊ നെയ്യാറ്റിങ്കര കണ്ടോളാം. പിറവം കയ്യോളം പറഞ്ഞ് പിറവത്ത് കാണാം. പിറവത്തിന്റെ വോട്ട് ഇങ്ങനെ എണ്ണുമ്പോ ചാനലായ ചാനൽ മുഴുവൻ പറയാൻ 10,000-ഓടടുത്തു. അനൂപ് ജേക്കബ് ഉജ്ജ്വല വിജയം, ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് അംഗീകാരം, ഇടതുപക്ഷം പൊട്ടിപ്പാളീസായി. എല്ലാ ചാനലും മനോഹരമായി പറയുമ്പോൾ ഞാൻ കൈരളി ചാനലിക്കൊന്ന് മാറ്റിയിട്ട് നോക്കി. കൈരളി ചാനലിൽ അപ്പോൾ പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. ആ നേരത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്.